ദേ കാണുന്ന പാമ്പൻ ബ്രിഡ്ജ്. എന്നെ വ്യൂ ആന്നേ, നോക്കിയേ. ഇപ്പോൾ ഗായ്സ് നമ്മൾ രാമേശ്വരത്തുനിന്ന് തിരിക്കുകയാണ്. ഓൾ സെറ്റ് ടു ഗോ. മാപ്പെല്ലാം റെഡിയാണ് കേട്ടോ. മാപ്പെല്ലാം ഇട്ടു. ആൻഡ് ഇതാണ് നമ്മുടെ സ്റ്റേ ചെയ്ത ഹോട്ടൽ. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ. ഇവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ട് ഈ ടൈമിൽ. വെയിൽ രാവിലെ അത്യാവശ്യം നിങ്ങൾ കണ്ടതുപോലെ മഴ പോലെയൊക്കെ വന്നെങ്കിലും നല്ല വെയിൽ. പിന്നെ ഒരു 9 മണിക്കൊക്കെ ശേഷം നല്ല വെയിലായി കേട്ടോ. ഓക്കെ, അപ്പോൾ ഒഫീഷ്യലി നമ്മൾ രാമേശ്വരത്ത് നിന്ന് തിരിക്കുകയാണ്. ആൻഡ് ടുവേർഡ്സ് ഹോം. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് ഹോമിലേക്കല്ല, വീട്ടിലേക്കല്ല പോകുന്നത്. നമ്മൾ 2 ലൊക്കേഷൻസും കൂടി കവർ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട് കേട്ടോ. സമയം ഇപ്പോൾ വന്നിട്ട് 11:53, ഓൾമോസ്റ്റ് ലൈക്ക് 12 o'clock noon. അപ്പോൾ അത്യാവശ്യം നല്ലോണം ലേറ്റായി കേട്ടോ. ഞാൻ 10 മണിക്ക് ഇവിടെ തിരിക്കണമെന്ന് കരുതിയതാണ്, പക്ഷേ നടന്നില്ല. കാരണം നമ്മൾ ആ ലൈറ്റ് ഹൗസ് എല്ലാം കണ്ട് വന്നപ്പോൾ അത്യാവശ്യം നല്ലോണം ടൈം പോയി കേട്ടോ. ലൈറ്റ് ഹൗസ് 10 o'clockനാണ് തുറക്കുന്നത്. അപ്പം നിങ്ങൾ അവിടെയും വരാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ടൈമൊന്ന് മൈൻഡിൽ വെച്ചേക്കുക. ഓ മാൻ, നല്ല ബ്ലോക്കാണല്ലോ. ചൂടിൻ്റെ കാര്യം പറയേണ്ടതില്ലെന്ന് തോന്നുന്നു. കാരണം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എത്രത്തോളം ചൂടുണ്ടെന്ന് കേട്ടോ. ഓ, അപ്പോൾ നമ്മുടെ പാമ്പൻ ബ്രിഡ്ജായി കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് എന്തായാലും അങ്ങോട്ടൊരു വഴി കിടപ്പുണ്ട്, ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വരാം. പാമ്പൻ ബ്രിഡ്ജിൻ്റെ വേറെ ഒരു വ്യൂ, സൈഡ് വ്യൂ എങ്ങാനും കിട്ടിയാലോ. പ്രൈവറ്റ് ആണെന്ന് തോന്നുന്നു കേട്ടോ. ഓക്കെ, സൈഡ് വ്യൂ നോക്കട്ടെ. ഏറ്റവും മോനെ, ദേ കാണുന്ന പാമ്പൻ ബ്രിഡ്ജ്. എന്നെ വ്യൂ ആന്നേ, നോക്കിയേ. ഈ ഒരു ഫ്രെയിം നോക്കിയേ. ഇത് ഓൾമോസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ 2 kilometers ഉണ്ട് കേട്ടോ. ഒരു രക്ഷയില്ലാത്ത സൈഡ് വ്യൂ കേട്ടോ. ഞാൻ ഇങ്ങോട്ടേക്ക് തിരിക്കുമ്പോഴത്തേക്ക് ഞാനിത് മനസ്സിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ഇതൊന്ന് വന്ന് ഈ സൈഡിൽ നിന്ന് എവിടെ നിന്നെങ്കിലും ഒരു വ്യൂ കിട്ടിയെങ്കിൽ കൊള്ളാമായിരുന്നു. അപ്പോൾ നമുക്കതും സാധിച്ച് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഐ ആം ഹാപ്പി. നമുക്ക് ഇവിടെ നിന്ന് എന്തായാലും തിരിക്കാം. കുറച്ച് ഇവിടുത്തെ ഉള്ളൊരു ഷോർട്സ് കൂടി നിങ്ങളൊന്ന് കണ്ടിട്ട് പോകാം. ഓക്കെ. അപ്പോൾ ഗൈസ്, നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ബർത്ത്ഡേ ധനുഷ്കോടി റൈഡിൻ്റെ 6th എപ്പിസോഡാണ്. വെറും 2 ദിവസം എടുത്ത് കവർ ചെയ്ത ഈ ട്രിപ്പിന് ഞാൻ ഒരുപാട് അതിമനോഹരമായ ലൊക്കേഷൻസ് ഓൾറെഡി കവർ ചെയ്ത് കഴിഞ്ഞു കേട്ടോ.
അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവർക്കായി ഞാൻ ഐ ബട്ടണിൽ നമ്മുടെ റൈഡ് വീഡിയോയുടെ ഫുൾ പ്ലേലിസ്റ്റ് പിൻ ചെയ്തേക്കാം കേട്ടോ. ഈ വീഡിയോ മുഴുവനായി കണ്ടതിന് ശേഷം ആ പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തേക്കണേ. കൂടാതെ നിങ്ങളുടെ സപ്പോർട്ട് കൂടി ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അങ്ങനെ നമ്മൾ ധനുഷ്കോടിയെല്ലാം കണ്ടതിന് ശേഷം മടങ്ങി പോവുകയാണ്. അപ്പോൾ ഓൺ ദ വേയിൽ ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സംഭവം കൂടി നടന്നു കേട്ടോ. അതെന്താണെന്നുള്ളത് നിങ്ങൾ തന്നെ കണ്ടു നോക്കും. ഇപ്പോൾ ഗൈസ് ഒരു പണി കിട്ടി. ഇതൊക്കെ ഞാനിപ്പോൾ എടുത്ത് സെറ്റ് ചെയ്തതാണ് കേട്ടോ. വണ്ടി നിങ്ങൾ കണ്ടല്ലോ, സൈഡ് സ്റ്റാൻഡിൽ നിന്ന് പോയി. ഇപ്പോൾ ഇവിടുത്തെ കിറ്റ് പൊട്ടി കേട്ടോ. നമ്മുടെ കിറ്റ് അകത്തോട്ടിരിക്കുകയായിരുന്നു, ഞാനിപ്പോൾ വലിച്ച് പുറത്തോട്ട് ഇട്ടതാണ്. ഇൻഡിക്കേറ്ററും പോയി. കിറ്റിന് എത്രയാണെന്ന് ഒരു പിടിയില്ല. MC എന്തെങ്കിലും വെച്ച് ഒട്ടിച്ച് വയ്ക്കാം തൽക്കാലം. ഇന്ന് തന്നെ പറ്റില്ല, ഇനിയിപ്പോൾ നാടെത്തട്ടെ, വീടെത്തട്ടെ. ഓക്കെ ഗൈസ്, അപ്പോൾ എന്തായാലും ഞാൻ നിങ്ങൾക്ക് കുറേ നല്ല ഷോർട്സൊക്കെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് ക്യാമറയൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വരുന്നതായിരുന്നു കേട്ടോ. വണ്ടി വയ്ക്കും മുമ്പേ ഞാനാണെങ്കിൽ സ്റ്റാൻഡിൽ വയ്ക്കുന്നതിന് മുമ്പേ ഞാനങ്ങ് ഇറങ്ങി കേട്ടോ. ഇറങ്ങിയപ്പോഴത്തേക്ക് വണ്ടി സ്റ്റാൻഡിൽ നിന്നില്ല. കിറ്റും പോയി. ഇതുകൂടി ഇരുന്നതുകൊണ്ടേ അല്ലെങ്കിൽ നമുക്ക് ചവിട്ടി നിർത്താമായിരുന്നു, നൂത്തെടുക്കാമായിരുന്നു. ഇതുകൂടി നിന്നതുകൊണ്ട് അത്യാവശ്യം നല്ല വെയിറ്റ് ആയിപ്പോയി. വണ്ടി അങ്ങ് ഡ്രോപ്പ് ചെയ്യേ മാർഗം ഉണ്ടായിരുന്നുള്ളൂ. ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലും പറ്റിയോ എന്നുള്ളത് വണ്ടി ഓട്ടിക്കുമ്പോഴറിയാം. ആ റൈഡിൻ്റെ മൂഡ് കളയാനായിട്ട് ഇനിയിപ്പോൾ പോട്ടെ, ശേഷമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. കിടച്ചാച്ചാ ഇല്ലയാ? മണ്ഡപം എന്ന് പറയുന്ന ആ ഒരു പ്ലേസ് എത്തി കേട്ടോ. ഇവിടെ ഒരു ലൊക്കേഷൻ ഞാൻ ഓൾറെഡി മാപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു മുമ്പ്, വരുന്ന ടൈമിൽ എക്സ്പ്ലോർ ചെയ്യാമെന്ന് പറഞ്ഞിട്ട്. പക്ഷേ ടൈം കിട്ടിയില്ല. എന്തായാലും നമുക്ക് ഇപ്പോഴത്തേക്കൊന്ന് ജസ്റ്റ് ആ ഒരു വേറൊന്നുമല്ല, ഈ റോഡിലേക്ക് കടലിലേക്ക് ഇങ്ങനെ നീണ്ടു നിൽക്കുന്നൊരു പാലമാണ് കേട്ടോ. അപ്പോൾ അത് ഒന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വരാം. ഇവിടെ ഒരു ഇന്ത്യൻ ഓയിൽ പമ്പുണ്ട്, അതിൻ്റെ സൈഡിലൂടെയുള്ള വഴിയാണ് കേട്ടോ. ഇപ്പോൾ ഇവിടെ ഹാർബറായി കേട്ടോ. മുമ്പ് ഞാൻ ഇവിടെ വന്ന ടൈമിൽ ഇവിടെ ജസ്റ്റ് ഒന്നുമില്ല. കാരണം ഇപ്പോൾ ഈ ബോട്ടൊക്കെ കൊണ്ട് ഒതുക്കിയൊക്കെ ഇട്ടിട്ടുണ്ട്. ഫിഷിംഗ് ഹാർബറായി കേട്ടോ. ഫിഷിംഗ് ജെട്ടി എന്ന് വേണമെങ്കിൽ പറയാം.
വർക്ക് കാര്യങ്ങളൊക്കെ ഇവിടെ കൊണ്ടിട്ട് ചെയ്യുന്ന ഒരു ഏരിയ ആണ് കേട്ടോ. മുമ്പ് ഞാൻ വന്ന ടൈമിന് എനിക്ക് തോന്നുന്നു ഇവിടം വരെ എന്തോ ഉണ്ടായിരുന്നുള്ളൂ, ഇവിടം വരെ എന്നാണ് എൻ്റെ ഒരു ഓർമ്മ കേട്ടോ. ഇനി നമുക്ക് എന്തായാലും നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് പോകാം. ഇപ്പോൾ ഗായ്സ് അവിടെ നിന്ന് ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നൊരു 20 കിലോമീറ്ററിൻ്റെ ഓട്ടിച്ചിട്ടുള്ളൂ. എനിക്ക് നല്ല ഉറക്കം വരുന്നു കേട്ടോ. ഒരു 2 തവണ വണ്ടി ഒന്ന് പാളിയായിരുന്നു. അപ്പോൾ ഞാൻ ഒന്ന് സ്ലോ ഡൗൺ ചെയ്തു, പിന്നെയും ഇപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇപ്പോൾ രാമനാഥപുരം എന്ന് പറയുന്ന ഒരു സ്ഥലം എത്തുന്നുണ്ട് കേട്ടോ. സമയം ഓൾമോസ്റ്റ് നോക്കുകയാണെങ്കിൽ 1 മണിയായി. എന്തായാലും കഴിച്ചിട്ട് പോകാമെന്നാണ് ഇപ്പോൾ വിചാരിക്കുന്നത്. എന്തായാലും രാമനാഥപുരത്ത് പോയി എന്തെങ്കിലും ഫുഡടിച്ച് കുറച്ച് റെസ്റ്റ് ചെയ്തിട്ട് ഉറക്കമൊക്കെ ജസ്റ്റ് ഒന്ന് മാറ്റിയിട്ട് ബാക്കി റൈഡ് ചെയ്യും. അല്ലെങ്കിൽ പണി പാളും കേട്ടോ. ഒന്നാമത് സോളവും കൂടി ആയതുകൊണ്ട്. അപ്പോൾ ഗായ്സ് നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ടാണ് പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ഡീവിയേഷൻ കണ്ടു കേട്ടോ. അങ്ങോട്ട് കയറാമോ എന്നറിയത്തില്ല. ഇതാ ഉപ്പ് പാടമാണ് കേട്ടോ. എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് തമിഴില്ല, എനിക്കറിയത്തില്ല. കണ്ടില്ലേ ഉപ്പ് കുറഞ്ഞിടക്കുന്ന. കൊള്ളാമല്ലേ? എന്തായാലും നല്ലൊരു മഴ വരുന്നുണ്ട്. നമുക്ക് വണ്ടി തിരിച്ചിട്ട് പോകാം. ഉപ്പ് അടുത്ത് കാണിച്ചു തരാം. അടക്കുന്നു. ഓക്കെ ഗായ്സ്, നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് പോകാം. കണ്ടതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കെയർ ചെയ്യുന്നേ ഉള്ളൂ. ഓക്കെ, ലെറ്റ്സ് ഗോ. അപ്പോൾ ഞാനിങ്ങനെ ഒരു ഹോട്ടൽ നോക്കി വന്നതാണ്. ഇവിടെ എത്തിയത് ആ കാടെത്തിയിട്ടും എനിക്കൊരു ഹോട്ടലിനെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. ഫുഡ് അടിക്കാറായി കേട്ടോ. വിശപ്പൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം ഓൺ ദ വേയിൽ. കണ്ടില്ലേ കുപ്പി എടുത്തെറിഞ്ഞ് TN 54 CF. ഇനി കുറച്ച് നേരം നമുക്ക് വണ്ടിയെ പറ്റി സംസാരിക്കാം. വണ്ടി ഇതാ ഓൾമോസ്റ്റ് ഇപ്പോൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ 51 കിലോമീറ്റേഴ്സ് 51,391 കിലോമീറ്റേഴ്സ് ഓടിയിട്ടുണ്ട് കേട്ടോ. അപ്രോക്സിമേറ്റ് ഒരു 51.5. ഓക്കെ, അപ്പോൾ ഇത്രയും ദൂരം ഞാൻ ഈ വണ്ടിയിൽ ഓടിച്ചിട്ടുണ്ട്. കാരണം ഈ വണ്ടി വേറെ ആരും ഓടിച്ചിട്ടില്ല. അതാണ് ഈ വണ്ടിയുടെ വേറൊരു പ്രത്യേകത. കാരണം എന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ കൈമാറി ഓട്ടിക്കാൻ കൊടുക്കാറില്ല. എൻ്റെ അടുത്ത് അതുപോലെ ഇത് കിറ്റുള്ളൊരു വണ്ടി ആയതുകൊണ്ട് എൻ്റെ അടുത്ത് ആരും അങ്ങനെ ചോദിച്ചിട്ടുമില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ തന്നെയാണ് ഇതിൽ ഫുൾ ദൂരം, ഫുൾ ഡിസ്റ്റൻസ് ഞാൻ തന്നെയാണ് ഇതിൽ കവർ ചെയ്തിട്ടുള്ളത്. അപ്പം 51 കിലോമീറ്റേഴ്സ് ഓടിയതിൻ്റെയൊക്കെ ഇതിൽ പറയുകയാണെങ്കിൽ ഈ ഒരു റൈഡിങ് പോസ്ചർ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. എനിക്ക് ഓക്കെ ആയിരുന്നു. ആൻഡ് ഐ ആം യൂസ്ഡ് ടു ഇറ്റ് നൗ. പോകേണ്ട ദൂരനാളും കൂട്ടിനില്ലാതെ കാണേണ്ട കിസ്സുകൾ കഥകൾ
കേൾക്കാതെ ചിറാപ്പൂഞ്ചി ഇവിടെ മഴ പെയ്യണ്ട. എൻ്റെ റെയിൻ ലൈനേഴ്സ് ഉണ്ട്, എന്നാലും ഇവിടെ മഴ പെയ്യണ്ട. എനിക്ക് ഈ റൈഡൊന്ന് കംപ്ലീറ്റ് ചെയ്യണം. ആകുമ്പോൾ അവിടെ ഇടി വെട്ടുന്നുണ്ട് കേട്ടോ, ലൈറ്റ്നിങ് അടിച്ചു. ബിരിയാണി കഴിച്ചിട്ട് പോവാം. ഓക്കെ ഗൈസ്, ദാ പണി പാളിന്നാണ് തോന്നുന്നത് കേട്ടോ. അങ്ങോട്ട് മിക്കവാറും ആ ഭാഗത്തായിട്ടൊക്കെ നല്ല മഴയായിരിക്കും. നമുക്ക് എന്തായാലും ഒന്ന് ഫുഡ് അടിച്ചിട്ട് പോവാം. സമയം 1:45. ഈ തമിഴ്നാട്ടിൽ വന്നിട്ട് ഇത് കണ്ടില്ലെന്ന് പറയില്ലല്ലോ. സംഭവം എന്താണെന്ന് മനസ്സിലായെന്ന് തോന്നുന്നു. മനസ്സിലാവാത്തവർക്ക് ഞാൻ ഒരു ക്ലൂ കൂടി തരാം. ഈ ആൾക്കൂട്ടം കണ്ടില്ലേ, ഈ വണ്ടി കണ്ടില്ലേ, ഒരു ഫോട്ടോ ഇത് വെച്ചിരിക്കുന്നുണ്ട്, ഫ്ലെക്സ് ചെയ്ത്. ഇനിയെങ്കിലും കത്താത്തവർക്ക് ആയിട്ട് അതൊരു മരണമായിരുന്നു കേട്ടോ. മരണത്തിൻ്റെ ബോഡി കൊണ്ടുവന്നിട്ട് അവർ ബോഡിയാക്കിയിട്ട് കൊണ്ടുപോകുന്ന എന്തോ ഒരു ചടങ്ങാണ്. സംഭവം എന്താണെന്നുള്ളത് ശരിക്കും എനിക്കറിയത്തില്ല. സംഭവം ആക്ച്വലി എനിക്ക് വഴി തെറ്റിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് കയറുന്നത്. ആൻഡ് ഇവിടെ ഗൂഗിൾ മാപ്പ് നോക്കി നിൽക്കുകയായിരുന്നു കേട്ടോ. അപ്പോഴാണ് അൺയൂഷ്വലായിട്ട് എന്തോ സംഭവം കൊട്ടൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ എന്താണെന്നുള്ളത് ഇങ്ങനെ നോക്കിയപ്പം അതെ ഗൈസ്, ദാ കൊണ്ടുപോകുന്നു. നമ്മുടെ നാട്ടിൽ സഞ്ചാനി എന്നൊക്കെ പറയുന്നില്ലേ, ആ ഒരു സംഗതിയാണെന്നാണ് തോന്നുന്നത്. കാരണം ബോഡി ഇല്ല ഇപ്പോൾ, അപ്പോൾ അതാവാനാണ് ചാൻസ്. ഓക്കെ, ഇതാ മഴ ഇപ്പോൾ പെയ്യുന്നില്ല. ഞാൻ അവിടെ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ പെരും മഴ അങ്ങോട്ടങ്ങ് പെയ്ത് കേട്ടോ. പെയ്തെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത രീതിയിൽ പെയ്തു. ഞാൻ ആകെ പെട്ടൊരവസ്ഥയായിരുന്നു. മഴ മാത്രമല്ലായിരുന്നു ഗൈസ്, അത്യാവശ്യം നല്ല ഇടിയും മിന്നലും എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കാണെങ്കിൽ ഇറങ്ങാനൊരു പേടി. മഴ മാത്രമാണെങ്കിൽ നമ്മൾ മഴയത്ത് എത്രയോ റൈഡ്സ് ചെയ്തിട്ടുണ്ട്, മൺസൂൺ റൈഡ് എല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊരു ഇഷ്യൂ അല്ല എനിക്ക്. ഇടിയും കൂടി വെട്ടുന്ന കണ്ടപ്പോൾ എൻ്റെ ആകെ കൺട്രോൾ പോയി. അങ്ങനെ ഞാൻ അവിടെ കുറച്ച് നേരം ഇരുന്നു, ഫുഡൊക്കെ കഴിച്ച് റെയിൻ ലൈനേഴ്സ് ഇട്ട് ഇറങ്ങി. മഴയത്ത് ഗോപ്രോ ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യാറില്ല കൂടുതലും. അതിനൊരു കാരണം എന്ന് വെച്ചാൽ ഗോപ്രോ കുറച്ച് ഡാമേജ് ആയി കേട്ടോ. സ്ക്രീൻ ഡാമേജ് ആയിപ്പോയി. ഡാമേജ് ആയപ്പോൾ ഇപ്പോൾ വെള്ളം അകത്ത് കയറും എന്നുള്ളത് 100% ഗ്യാരണ്ടി. കാരണം അതിൻ്റെ സ്ക്രീൻ ഇങ്ങനെ ഊരി വന്നായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, സ്ക്രീൻ ഡിസ്പ്ലേ ഒട്ടിക്കുന്നിടത്ത് ചെന്നിട്ട് ഡിസ്പ്ലേ ചേഞ്ച് ചെയ്യൂലേ, അവിടെ ചെന്നിട്ട് മൊബൈൽ ഷോപ്പിൽ ചെന്നിട്ട് ജസ്റ്റ് ഇത് മാത്രം ഒട്ടിച്ച് ഇങ്ങെടുക്കുകയായിരുന്നു ചെയ്തത് കേട്ടോ. ശരിക്കും അങ്ങനെ ചെയ്യാൻ പാടില്ല. ഒന്നാമത്തെ കേസ് ഗോപ്രോയും കൂടി ആയതുകൊണ്ട് ഇന്ത്യയിൽ അതിൻ്റെ സർവീസ് സെൻറ്റേഴ്സ് വളരെ ചുരുക്കമാണ്. ഇന്ത്യയിലില്ലെന്ന് തന്നെ പറയാം. പിന്നെ ഉള്ളത് ബാംഗ്ലൂരാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ബാംഗ്ലൂരിലേക്ക് അയച്ചു കൊടുക്കേണ്ടതായിട്ട് വരും. പിന്നെ ആ പോയി വരുന്നതും അതിൻ്റെ കാലതാമസവും, പിന്നെ വാറണ്ടി എൻ്റെ കഴിഞ്ഞിട്ടുണ്ട്. 1 ഇയറല്ലേ ഇതിൻ്റെ വാറണ്ടി ഉള്ളൂ. അപ്പോൾ വാറണ്ടി കഴിഞ്ഞത് കൊണ്ട് പിന്നെ ഞാൻ എന്തായാലും നമ്മളെ കയ്യിൽ നിന്ന് അത്യാവശ്യം നല്ല കോസ്റ്റ് ആവും. അതുകൊണ്ട് ഞാനതങ്ങ് നാട്ടിൽ തന്നെ ഡിസ്പ്ലേ ഒട്ടിക്കിനടുത്ത് കൊടുത്ത്
ചെയ്തു. അപ്പോൾ എനിക്ക് എന്തായാലും വെള്ളം നല്ലോണം മഴ പെയ്യുമ്പോൾ എടുത്ത് ഉപയോഗിക്കാനൊരു മടിയും പേടിയും. ഓക്കെ, അത്രേ ഉള്ളൂ. അതുകൊണ്ടാണ്, ഇല്ലെങ്കിൽ ഞാൻ മഴയുടെ വിഷ്വൽസ് എല്ലാം ഇതിൽ ഇൻക്ലൂഡ് ചെയ്തേനെ. അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ച സ്ഥലം എന്ന് പറഞ്ഞാൽ സിക്കൽ എന്നാണ് സ്ഥലം. സിക്കൽ എന്ന് പറയുന്ന വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അത് തമിഴിലൊരു വാക്കുണ്ട് കേട്ടോ, സിക്കൽ. സിക്കൽ എന്ന് പറഞ്ഞാൽ നമ്മളെ നാട്ടിൽ കറക്റ്റ് എക്സാക്റ്റ് ആയിട്ട് അത് പറയുകയാണെങ്കിൽ 8ൻ്റെ പണി എന്നാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. ഓക്കെ, അപ്പോൾ എനിക്ക് അതുപോലെ തന്നെ 8ൻ്റെ പണി തന്നെയാണ് കിട്ടിയത്. അവിടെ ആകെ ലോക്കായി പോയി. ഓൾറെഡി പറഞ്ഞല്ലോ, മഴയും ഇടിയും മിന്നലും അങ്ങനത്തെ ഒരു അവസ്ഥയായിപ്പോയി. എനിവേ ഇതാ കുറച്ച് ദൂരം ഞാൻ അവിടെ നിന്ന് ഓൾമോസ്റ്റ് ഒരു 20-30 കിലോമീറ്ററോളം ഇപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ മഴ നേരത്തെ പെയ്തിട്ടുണ്ട്, പക്ഷേ ഇപ്പം സ്കൈ ക്ലിയർ ആയതുകൊണ്ട് ഞാൻ പയ്യെ ഗോപ്രോ എടുത്ത് വെച്ചതാണ് കേട്ടോ. അപ്പം നമുക്ക് പോകാനുള്ള സ്ഥലത്തിനെ കുറിച്ച് പറയാം. സ്ഥലത്തിൻ്റെ പേര് കഴുകുമല എന്നാണ്. കഴുകുമല വെട്ടുവൻ കോവിൽ. ഓക്കെ, കഴുകുമല വെട്ടുവൻ കോവിൽ. അപ്പോൾ അവിടെ എന്താണ് കാണാനുള്ളതെന്നുള്ളത് വേറൊന്നുമല്ല, അവിടെ നമ്മുടെ എന്താ പറയുക, എല്ലോറ ഇല്ല, അജന്ത എല്ലോറ, അതിൻ്റെ ഒരു മിനി വെർഷൻ അതാണ് അവിടെ ഉള്ളത്. അജന്ത എല്ലോറയുടെ എങ്ങനെയാണോ ചെയ്തിരിക്കുന്നത് അതിൻ്റെ ഒരു മിനി വെർഷൻ ഇൻ സൗത്ത് ഇന്ത്യ. ഓക്കെ, അജന്ത എല്ലോറയൊക്കെ നോർത്ത് ഇന്ത്യ അല്ല, മിഡ് ഇന്ത്യ ആയിട്ടൊക്കെ വരുമല്ലോ. അപ്പം നമുക്ക് സൗത്ത് ഇന്ത്യക്കാർക്കും ഒരു അജന്ത എല്ലോറ വേണമല്ലോ. അപ്പോൾ അതാണ് ഈ വെട്ടുവൻ കോവിൽ കേട്ടോ. വെട്ടുവൻ കോവിൽ കഴുകുമല, അതാണ് സ്ഥലത്തിൻ്റെ പേര്. ഓക്കെ, നല്ല ബമ്പി ആയിട്ടുള്ള റോഡ് കേട്ടോ. ചാടി ചാടി പോയിക്കൊണ്ടിരിക്കുക. ഞാൻ ഒരു കുതിരയിൽ ഇങ്ങനെ ഇരുന്ന് റൈഡ് ചെയ്യുന്നതിന് പോലെയാണ് ഇപ്പോൾ ബൈക്ക് റൈഡ് ചെയ്യുന്നത് കേട്ടോ. വിൻമിൽ അപ്പോൾ ഗൈസ്, ഞാനിത് ആ വെട്ടുവങ്കലിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. കഴുകുമല വെട്ടുവങ്കലിൽ. അപ്പോൾ ഞാൻ വിചാരിച്ച പോലെ തന്നെ അത്യാവശ്യം നടക്കാനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം നമ്മൾ മുകളിലേക്ക് നടന്ന് കയറണം. ജാക്കറ്റ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്, ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും നമുക്ക് കഴുകുമല ഒന്ന് കയറി നോക്കാം.